Assalamualaikum dear friends, welcome back to Shami's World. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്, കഴിക്കാനായിട്ട് നല്ല കിടിലൻ ടേസ്റ്റ് ആണ്. നമ്മുടെ വീട്ടിലുള്ള വെറും 3 ചേരുവ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം തന്നെ ഈ പലഹാരം തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് ഈ പാത്രം, നമ്മൾ ഏത് പാത്രമാണോ എടുക്കുന്നത് ആ പാത്രം ഒന്ന് നെയ്യ് തേച്ച് പിടിപ്പിച്ച് നമുക്ക് മാറ്റി വെക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കേക്ക് ടിന്നിന്റെ ഒരു മോൾഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് പാത്രമാണോ നിങ്ങൾക്ക് സൗകര്യമായിട്ടുള്ളത് ആ പാത്രം എടുക്കുക, അതിലോട്ട് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ ഈ ബട്ടർ പേപ്പറിന്റെ പുറത്ത് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇളകി കിട്ടാനും ഈ പലഹാരത്തിന് നല്ല ഷേപ്പ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തത്. അപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ചോറ് കഴിക്കുന്ന പ്ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ അതിലൊന്ന് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പൊ ഈ ഒരു പലഹാരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ എങ്ങനെ ശർക്കര പൊടിച്ചെടുക്കുന്നത് കാണിച്ചു തരാം. ഞാനിവിടെ 3 ഉണ്ട ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ എങ്ങനെ പൊടിച്ചെടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ശർക്കര പൊടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് കവർ എടുക്കുക, അതിലോട്ട് ഈ 3 ശർക്കരയും നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഒരേ സൈഡിലോട്ട് വെക്കുക. അപ്പൊ ഞാൻ കവർ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ കട്ടിയുള്ള കവർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കല്ലിൽ വെച്ച് ഇങ്ങനെ നല്ലോണം ഇടിച്ച് പൊട്ടിച്ച് കൊടുത്താലും മതി. അപ്പോൾ ആ ഇടികല്ലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതാണ് ഞാൻ ശർക്കര പൊടിച്ചെടുക്കാൻ വേണ്ടി എടുക്കുന്ന ഇടികല്ലാണ്. അത് ഇങ്ങനെ നമുക്ക് ഇടിച്ചു കൊടുക്കാം. ഒരുപാട് അങ്ങ് ഇടിയും കൊച്ചു കൊച്ചു പീസുകളൊക്കെ കാണും. അപ്പൊ ഞാൻ അടുത്തത് എന്താണ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പൊ ഞാനിവിടെ മിക്സിയിലെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്, അതിലോട്ട് ഈ ശർക്കര ഇട്ട് കൊടുക്കാം. പകുതി വേണം ഇട്ട് പൊടിക്കാനായിട്ട്, ഒരുമിച്ച് ഇട്ട് കൊടുക്കാൻ പാടില്ല. അപ്പൊ പകുതി ശർക്കര ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി, നമുക്കിത് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ശർക്കര ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്, നല്ലോണം പൊടിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ശർക്കര പൊടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് പൾസ് ചെയ്ത് വേണം ശർക്കര പൊടിച്ചെടുക്കാൻ. നിർത്തി വേണം പൊടിച്ചെടുക്കാൻ, ഒരേ സ്പീഡിലിട്ട് പൊടിക്കാൻ പാടില്ല, എന്നാൽ അങ്ങനെ ജാമായിട്ട് കട്ടായിട്ട് വരും. അപ്പൊ ശർക്കര ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ബാക്കിയുള്ള ശർക്കരയും ഇതുപോലെ നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്നാ പൊടിച്ചെടുത്തിട്ടുണ്ട്, ഇതും ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ പലഹാരത്തിന് വേണ്ടിയിട്ടുള്ള ശർക്കര ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ മിക്സിയിൽ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാനിവിടെ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ 4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഞാൻ 2 കപ്പ് ഇട്ട് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരുമിച്ചിട്ട് നിങ്ങൾ പൊടിക്കാൻ പാടില്ല, എന്നാൽ ജ്യൂസായി പോയി തേങ്ങ. അപ്പോൾ ഞാൻ രണ്ടാമത്തെ കപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പലഹാരത്തിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് തേങ്ങയാണ്, അതുകൊണ്ടാണ് ഞാൻ 4 കപ്പ് തേങ്ങ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 4 കപ്പ് തേങ്ങ വേണ്ടാന്നുണ്ടെങ്കിൽ 2 കപ്പ് തേങ്ങ എടുത്തതിന് ശേഷം ബാക്കി എല്ലാ അളവുകളും അതിന്റെ പകുതി എടുത്താൽ മതി. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ നമ്മൾ തേങ്ങ പൊടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരേ സ്പീഡിലിട്ട് പൊടിക്കാൻ പാടില്ല, അതിന്റെ തേങ്ങാപ്പാൽ ഇറങ്ങി വരും. പൾസ് ചെയ്ത് വേണം പൊടിച്ചെടുക്കാൻ. ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി. ഇനി നമുക്കിത് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ തേങ്ങ പൊടിച്ചെടുത്തിട്ടുണ്ട്, ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ബാക്കി 2 കപ്പ് തേങ്ങയും ഇതുപോലെ പൾസ് ചെയ്ത് നമുക്ക് പൊടിച്ചെടുക്കാം. രണ്ടാമത്തെ കപ്പും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ചെറിയ തരികളോടുകൂടി നമുക്ക് പൊടിച്ചെടുക്കണം. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ കണ്ടല്ലോ. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു സോസ് പാൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 3/4 കപ്പ് പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ പാലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചെടുത്തിട്ടുള്ളത്. ഒരു ഇളം ചൂടാകുമ്പോൾ ഇതിലോട്ട് 5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. നാലാമത്തത് 5 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ 5 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളൊന്നുമില്ല, നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇളം ചൂടിലാണ് ചേർത്തിട്ടുള്ളത്. ഇളം ചൂട് പാലായതുകൊണ്ട് കട്ടയൊന്നുമില്ല, അത് പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ആയി കിട്ടും. ഇനി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ പാലൊന്ന് ചെറുതായിട്ട് നമുക്ക് കുറുക്കിയെടുക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് കുറുകി കിട്ടും പാൽപ്പൊടി ചേർത്ത് കൊടുത്തതുകൊണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ 1 കപ്പ് പാലെടുത്ത് വറ്റിച്ച് 1/2 കപ്പാക്കി എടുക്കുക. അപ്പൊ നമ്മുടെ സൈഡിലൊക്കെ പാലിങ്ങനെ പറ്റി പിടിച്ചിരിക്കും, അതാ ഇതുപോലെ ആക്കി കൊടുക്കുക. ഒരു സ്പാച്ചില ഉണ്ടോ, ഒരു തടുത്തവി ഉണ്ടോ, ഇതുപോലെ ഇളക്കിയിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് കരിഞ്ഞു പോകും. അപ്പൊ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് കുറുക്കി കിട്ടിയാൽ മാത്രം മതി, ഒരുപാട് അങ്ങ് വറ്റി വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഒരു 4 മിനിറ്റ് ആവാറായി. അപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. നമുക്ക് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇനി തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടി കുറുകി വരും. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഫ്ലെയിം ഓണാക്കി ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ചൂടാതിന് ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം.
നെയ്യൊന്ന് ഉരുകി വരട്ടെ. അപ്പോൾ നെയ്താ ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച തേങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് തീ അങ്ങ് കൂട്ടി വെക്കാൻ പാടില്ല. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ 2-3 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഒരുപാട് ഫ്ലെയിം അങ്ങ് കൂട്ടി വെച്ച് കൊടുക്കാൻ പാടില്ല. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഈ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മുതൽ 4 മിനിറ്റ് വരെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടിച്ച ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2ാമത്തെ കപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 2 കപ്പ് തേങ്ങ എടുക്കുകയാണെങ്കിൽ 1 കപ്പ് ശർക്കര എടുത്താൽ മതി. കറക്റ്റ് മധുരം നമുക്ക് കിട്ടും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ശർക്കര ഈ തേങ്ങയിൽ കിടന്ന് നമുക്ക് നല്ലോണം ഉരുകി വരണം. അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കൈവിടാൻ പാടില്ല. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ശർക്കര മണ്ണ് അഴുക്കൊന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ശർക്കര വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. അതാകുമ്പോൾ നമുക്ക് ഉരുക്കി ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ട്. ശർക്കര എല്ലാം ഉരുകി നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാലിൻ്റെ മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ മാറ്റി വെച്ച മിക്സാണ്, പാലിൻ്റെ മിക്സാണ്. അതും കൂടി മുഴുവനും അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ഇതും കൂടി നമുക്കൊന്ന് വറ്റി വരണം. അപ്പോൾ നിങ്ങൾ 2 കപ്പ് തേങ്ങയാണ് എടുക്കുന്നുണ്ടെങ്കിൽ 1 കപ്പ് ശർക്കര എടുക്കുക. 1/2 കപ്പൊന്നും താഴെ കുറച്ച് പാലൊന്ന് കുറച്ചെടുത്തതിന് ശേഷം 2.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് പാലെടുത്ത് ഒന്ന് വറ്റിച്ച് 1/4 കപ്പ് ആക്കി എടുത്താൽ മാത്രം മതി. കട്ടിയുള്ള പാൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതും കൂടി നമുക്കൊന്ന് വറ്റി വരാനുണ്ട്. ഒരു 2-3 മിനിറ്റും കൂടെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഈ പാലിൻ്റെ മിക്സും കൂടെ ചേർക്കുമ്പോഴാണ് ഇതിന് ഈ പലഹാരത്തിന് നല്ല ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏലക്ക മാത്രം പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ എടുത്താൽ മതി. ഞാൻ ഇവിടെ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചെടുത്തത് കൊണ്ട് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏലക്കയുടെ ഫ്ലേവറൊന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് പ്രത്യേക മണവും ആ ടേസ്റ്റും ഒക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ശർക്കര കറുത്ത ശർക്കരയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെള്ള ശർക്കരയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കറുത്ത ശർക്കരയൊക്കെ ആകുമ്പോൾ ഈ പലഹാരത്തിന് കൂടുതൽ കളറും കിട്ടും, കുറച്ചും കൂടെ ടേസ്റ്റും കിട്ടും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഏത് ശർക്കര വെച്ച് വേണമെങ്കിലും ചെയ്യാം. മണ്ണും അഴുക്കും ഇല്ലാത്ത ശർക്കര വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ പാലൊഴിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുള്ളൂ. ഇത്രയേ ഉള്ളൂ സംഭവം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫാക്കി നമുക്ക് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാനുള്ളത് ആ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ അണ്ടിപ്പരിപ്പോ കിസ്മിസോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അല്ലാതെ തന്നെ നമ്മൾ തേങ്ങ മാത്രമല്ലേ ഇതിൽ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ തേങ്ങ മാത്രം ആയതുകൊണ്ട് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പിൻ്റെ കിസ്മിസിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് ഇട്ട് കുറേശ്ശെ ഒന്നിട്ട് ലെവൽ ചെയ്ത് വേണം സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ തന്നെ അതാ എണ്ണയുടെ അംശമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതാ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അത് മുഴുവനും അങ്ങ് ഇട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതാ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടി റൂം ടെമ്പറേച്ചറിൽ തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ 2 മണിക്കൂർ കഴിഞ്ഞ് നല്ലോണം തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഞാൻ കേക്ക് ടീനിൽ നിന്നും പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തുള്ള ബട്ടർ പേപ്പറൊക്കെ നമുക്ക് മാറ്റാം. അപ്പോൾ നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. കാണുമ്പോൾ തന്നെ കൊതി തോന്നും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാണാൻ നല്ല രസമാണ്. അപ്പോൾ കാണാൻ മാത്രമല്ല കഴിക്കാൻ നല്ല അടിപൊളി കിടിലൻ ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. അപ്പം ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കിടിലൻ ടേസ്റ്റാണ്. ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും തേങ്ങ വെച്ചിട്ടുള്ള ഈ പലഹാരം തയ്യാറാക്കി നോക്കണം. നല്ല കിടിലൻ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തേങ്ങയും ശർക്കരയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എളുപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ തയ്യാറാക്കി നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന്.
അപ്പോൾ നല്ല സോഫ്റ്റാണ്, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ റൂമിൽ വെച്ച് തണുപ്പിച്ചത് കൊണ്ടാണ് ഈ പലഹാരം ഇത്ര നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പലഹാരം കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ കടിച്ചൊക്കെ കഴിക്കാൻ പറ്റുന്ന നമ്മുടെ മിഠായി പരുവത്തിലാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് നമ്മൾ തണുപ്പിച്ച് മിഠായി പരുവത്തിലിരിക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.